വഖഫ് അധിനിവേശത്തിൽ നിന്ന് മുനമ്പം ജനതയെ സംരക്ഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ച് 3 നാൾ പിന്നിട്ടു. പക്ഷേ ഇപ്പോഴും ടേംസ് ഓഫ് റഫറൻസ് സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടില്ല. 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരമാണ് മുഖ്യമന്ത്രി വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഇതേ സർക്കാർ തന്നെ നടപടികൾ വൈകിപ്പിക്കുകയുമാണ്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, ഈ മെല്ലെപ്പോക്ക് എന്തുകൊണ്ടാണ്? ഈ നൽകിയ വാഗ്ദാനങ്ങൾ അപ്പോൾ പൊള്ളയായിരുന്നു? വീണ, അത്തരമൊരു ആശങ്ക തന്നെയാണ് ഉയരുന്നത്. കാരണം സമരസമിതിയും മറ്റും ആവശ്യപ്പെട്ടിരുന്നത് 1 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി ക്രിസ്മസ് ന്യൂ ഇയറിന് മുമ്പായിട്ട് ഇവർക്കൊരു ആശ്വാസമാകുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് എത്തുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരം ഒരു ഉന്നതതല യോഗം കൂടിയിട്ട് ഇപ്പോൾ ഇന്ന് 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം എത്തുമ്പോഴും ടേംസ് ഓഫ് റഫറൻസ് വെക്കാനോ ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തിക്കുന്നതിന് വേണ്ട ഈ കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷന് വേണ്ട ഓഫീസ് അവിടെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ്റെ ഒപ്പം പ്രവർത്തിക്കേണ്ട ജീവനക്കാരെ കണ്ടെത്താനോ ഒന്നുമുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എപ്പോൾ ടേംസ് ഓഫ് റഫറൻസ് വരുന്നു അന്നേരം മുതൽ തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. മറ്റു നിരവധി ചുമതലകളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഇതിനായി പൂർണ്ണമായും സമയം മാറ്റിവെക്കും. 3 മാസത്തിനുള്ളിൽ തന്നെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇറങ്ങുന്നത്. ഇതിന് സമരസമിതിയുടെയും മറ്റും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ അത്തരം ഒരു നിലപാടുമായി ചെയർമാൻ അടക്കം നിൽക്കുമ്പോഴും അതിനു വേണ്ട മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ വലിയ രീതിയിലുള്ള ഇല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്ക് സമീപനം തന്നെയാണ് തുടരുന്നത്. അതാണ് ഇപ്പോൾ ആശങ്ക ഉയർത്തുന്നത്. ഇപ്പോൾ ശനിയാഴ്ച ആയാലും തിങ്കൾ 2 വർക്കിംഗ് ഡേകൾ കഴിഞ്ഞിട്ടും അതിനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല. ഒരു ദിവസം ഞായറായതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് പറയാം. എന്നാൽ പോലും ഇതിൽ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ വാഗ്ദാനം നൽകിയതുപോലുള്ള ഒരു ആത്മാർത്ഥമാണോ എന്ന സംശയം ഉയർത്തുന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാടും സമീപനവുമല്ല. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ 3 മാസം സാവകാശം പറഞ്ഞുവെങ്കിൽ പോലും എത്രയും നേരത്തെ തീർക്കാൻ അത്രയും നേരത്തെ ഇതിൻ്റെ നടപടികൾ തീർത്ത് ശാശ്വത പരിഹാരം നൽകുമെന്നാണ്. എന്നാൽ ആ വാക്കുമായി ഒരു തരത്തിലും ബന്ധം പുലർത്തുന്നില്ല, ആത്മാർത്ഥത പുലർത്തുന്നതല്ല ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ആശങ്ക സ്വാഭാവികമായും തീരവാസികൾക്കും വരും. അവർ എത്ര വർഷമായി അനുഭവിക്കുന്ന വലിയ ഒരു ആശങ്കയാണ്. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അവരുടെ മക്കളുടെ കല്യാണം നടക്കുന്നില്ല. ഇത്തരം നിരവധി പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരു ആൾക്കാരോടാണ് ഈ ഒരു നിഷേധ സമീപനം എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാക്കും എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ എത്രയും വേഗം ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനുള്ള സജ്ജീകരണങ്ങൾ വേണം എന്നത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യവും. വീണ, അതെ സുധീഷ്, നമുക്കറിയാം പൊള്ളയായ വാഗ്ദാനങ്ങൾ വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുനമ്പം ജനതയെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഒരു ശാശ്വത പരിഹാരം എന്നതിലുപരി ഇത്തരം ചില മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതുപോലും ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥ. അതുമാത്രമല്ല, നമുക്കറിയാം ഈ ചർച്ചയെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ സമരമുഖത്ത് നിന്ന് പിന്മാറണം, സമരം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ ഈ മുനമ്പം ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതിലായിരുന്നു രാഷ്ട്രീയ താല്പര്യം. അല്ലാതെ കൃത്യമായ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. രോഹിണി, അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഇന്ന് സമരം 45-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ 45 ദിവസം സമരം എത്തുമ്പോൾ അതിൻ്റെ 41-ാം ദിവസം മാത്രമാണ് ഈ ഒരു ഉന്നതതല യോഗം വിളിക്കുന്നത് പോലും. ഈ തെരഞ്ഞെടുപ്പുമായി ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നടപടികൾ നീട്ടിക്കൊണ്ടു പോകേണ്ട എന്താവശ്യമായിരുന്നു സർക്കാരിനുണ്ടായിരുന്നതെന്ന ചോദ്യവും ഉയരുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഇടപെടാമായിരുന്നു. അതിൽ ചില എന്തെങ്കിലും വീഴ്ച സംഭവിച്ചുവെങ്കിൽ തന്നെയും ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളും പൂർത്തിയായതിനു ശേഷം മാത്രമാണ് ഉന്നതതല യോഗം വിളിക്കുന്നത്. ആ ഉന്നതതല യോഗം വിളിച്ച് ഇത്തരമൊരു തീരുമാനത്തിലെത്തുമ്പോൾ ആ തീരുമാനം അത് ഏതെങ്കിലും തരത്തിൽ മറ്റാർക്കെങ്കിലും അതൃപ്തി ഉണ്ടായതുകൊണ്ടാണോ ഇപ്പോൾ ടേംസ് ഓഫ് റഫറൻസ് ഇറക്കുന്നതിന് വെച്ച് താമസിപ്പിക്കുന്നതെന്ന് അടക്കമുള്ള സംശയങ്ങളും ഉയരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം അത് മുനമ്പത്തെ ഭൂമി അത് വഖഫ് പട്ടികയിൽ നിന്ന് വഖഫിൻ്റെ ആസ്തി വിവര പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അത്
മാത്രമാണ് ഇത് ഈ കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല എന്നതാണ് പറയുന്നത്. എന്നാൽ അത്തരം ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എതിർഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടാകാം. അത്തരം എതിർപ്പും സമ്മർദ്ദവും ഏതെങ്കിലും തരത്തിൽ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതും സംശയമായി നിലനിൽക്കുന്നു. എന്തു തന്നെയായാലും എത്രയും വേഗം ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി ഈ കമ്മീഷന് കൃത്യമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത്. ഇതിൽ ഇനിയും സർക്കാർ പിന്നിലേക്ക് പോകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ഇതുവരെ ഉണ്ടായ വീഴ്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ വലിയ മെല്ലപ്പോക്കുണ്ടായി. അത് നേരത്തെ സമരസമിതിയിൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ട് പോകരുത്, എത്രയും വേഗം തന്നെ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നത്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കാൻ കാരണമായിരിക്കുന്നതും രോഹിണി. ശരി സുധേഷ്, എന്തായാലും ഈ വഖഫ് അധിനിവേശത്തിൽ നിന്ന് മുനമ്പം ജനതയെ സംരക്ഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കാൻ തീരുമാനിച്ച് 3 നാൾ പിന്നിട്ടിട്ടും ടേംസ് ഓഫ് റഫറൻസ് ഇറക്കാതെ സംസ്ഥാന സർക്കാർ 3 മാസത്തിനുള്ളിൽ അപ്പോൾ എങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ നടപടികൾ ഇങ്ങനെ വൈകിപ്പിക്കുകയാണ് എന്നുള്ള ആരോപണം തന്നെയാണ് വരുന്നത്. സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.